Hello dear friends. Second year Ray Optics എന്ന ചാപ്റ്റർ സെക്കൻഡ് ടേമിലെ ചാപ്റ്ററാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് കുറേ സ്റ്റുഡൻസിൻ്റെ ആവശ്യം, സർ കണ്ടിന്യൂസ് ഓർഡറിൽ തന്നെ ക്ലാസ് എടുത്ത് പോയിക്കൂടെ, പിന്നെ മറ്റു ചില സ്റ്റുഡൻസിന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോലുള്ള ചാപ്റ്ററുകൾ ആദ്യം എടുത്തൂടെ, ചിലപ്പോൾ സ്കൂളുകളിൽ അങ്ങനെ എടുക്കണോണ്ടായിരിക്കാം. എനിവേ, ആ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് നമ്മളെല്ലാ ഏരിയാസും കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ റേ ഓപ്റ്റിക്സിൻ്റെ കൂടെ ഈ ചാപ്റ്ററും കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്ന് പറഞ്ഞാൽ 2 or 3 ചാപ്റ്റേഴ്സ് അറ്റ് എ ടൈം. ഓക്കെ, ഞാൻ ആലോചിച്ചപ്പോൾ അതൊരു നല്ല മെത്തേഡാണ്. കാരണം അടുത്തൊരു ചാപ്റ്റർ പഠിക്കാൻ ഒരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും സമയം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് ആ സമയമാവുമ്പോൾ ഈ ചാപ്റ്റർ നോക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ, യൂട്യൂബിൽ വീഡിയോ അവൈലബിൾ ആവുന്നുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണ വീഡിയോ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ചെയ്യണത്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, മാഗ്നറ്റ്, അതിൻ്റെ മുന്നേ നമ്മളെ കണ്ടീഷൻസ് ഓക്കെ ആണല്ലോ, ബുക്കും പെന്നും എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇന്ന് മിക്കവാറും നിങ്ങൾക്ക് അതിലെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് കേൾക്കാനാണ് മിക്കവാറും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ബുക്കിന് അധികം വർക്കൊന്നും വരില്ല, പെന്നിനും അധികം വർക്ക് വരില്ല. യൂസ് യുവർ ബ്രെയിൻ, അത് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ മറ്റ് ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് വാട്സപ്പ് മെസ്സേജുകൾക്കും മെസ്സഞ്ചർ ചാറ്റുകൾക്കും ഹായ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബായ് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഫിസിക്സിലൂടെ സഞ്ചരിക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം അതിൽ കുറച്ചൊരു കത്തിയൊക്കെ ഉണ്ടാവും, സഹിക്കാം. ഓക്കെ, കുറച്ചൊരു കത്തി ഉണ്ടാവും. കാരണം ഈ സബ്ജക്റ്റ് നമ്മളെല്ലാ സമയവും തിയറി മാത്രം പഠിച്ചു പോകുമ്പോൾ വി വിൽ ഗെറ്റ് മാഡ് അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് പ്രാന്താവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഇടയ്ക്കൊക്കെ നമുക്ക് എന്ത് വേണം, കൊച്ചു വർത്തമാനം പറയാനുള്ള ഒരു സമയം വേണമല്ലോ അല്ലേ. അപ്പോൾ ആ സമയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാണ്. മാഗ്നറ്റിസത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, സയൻസിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കൽ രസമാണ് അല്ലേ. മാഗ്നറ്റിസം, ഈ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്. ഇറ്റ്സ് എ തിയറി കണക്റ്റഡ് ടു മാഗ്നറ്റ്. ഇറ്റ്സ് എ തിയറി കണക്റ്റഡ് ടു മാഗ്നറ്റ്. മാഗ്നറ്റ് എന്നുള്ളതിനെ കണക്ട് ചെയ്യണേ, അല്ലെങ്കിൽ മാഗ്നറ്റിനെ കുറിച്ചിട്ടുള്ള സയൻസിൻ്റെ സ്റ്റഡി, അതിനെ നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നറ്റിസം എന്ന് വിളിക്കാം. ആ വാക്ക് എവിടുന്നാ വന്നേ? മാഗ്നറ്റിസം എന്ന് പറഞ്ഞ വാക്ക് എവിടുന്നാ വന്നിട്ടുണ്ടാവുക? സാർ അതെന്ത് ചോദ്യ, വാക്കുകൾ അങ്ങനെ തന്നെ വരണതല്ലേ? അല്ല, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മഗ്നീഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ പാറകൾക്കൊരു പ്രത്യേകത ഉണ്ട്. മഗ്നീഷ്യയിലെ പാറകൾക്ക് ഓക്കെ, ആ പ്രത്യേകത എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്ത് ഈ രാജാക്കന്മാരൊക്കെയാണല്ലോ സുഖസൗകര്യത്തിൻ്റെ വക്താക്കൾ അല്ലേ. രാജാക്കന്മാർക്ക് നടക്കണ വഴിയിൽ അവരുടെ കാലിൽ പരിക്കുകളൊന്നും വരാതിരിക്കാൻ ഓക്കെ, മാറ്റ് പോലുള്ളൊരു സംഭവം റോളായി കൊണ്ടുപോയിട്ട് ആ മാറ്റ് അങ്ങനെ വിരിച്ച് പോവുമായിരുന്നു. കുറേ ആളുകൾ രാജാവ് നടക്കുന്ന വഴിയിലൊക്കെ മാറ്റ് വിരിക്കും. രാജാവ് നടന്നു പോയി കഴിഞ്ഞാൽ മാറ്റ് ചുരുട്ടിയിട്ട് മുന്നിലേക്ക് ഓടും, വീണ്ടും മാറ്റ് മുന്നിലിട്ട് കൊടുക്കും. കുറേ കഴിഞ്ഞപ്പോഴാണ് ടെക്നോളജിക്കൽ ഐഡിയ പുറത്ത് വന്നത്. എന്താ ടെക്നോളജിക്കൽ ഐഡിയ? എന്തിനങ്ങനെ മാറ്റ് കൊണ്ട് ഓടണേ? രാജാവിൻ്റെ കാല് മാറ്റ് കൊണ്ട് കവർ ചെയ്താൽ പോരെ. അങ്ങനെ ആയിരിക്കാം പിന്നീട് ചെരുപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം, ചപ്പൽ എന്ന് പറഞ്ഞൊരു സംഭവം ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ആട്ടിടയന്മാർ ഉപയോഗിച്ചിരുന്നത് മരത്തിൻ്റെ ഷൂ ആണ്. ഷൂ എന്ന് പറഞ്ഞാൽ ഒരു കവറിങ് ഓബ്ജക്റ്റ്. ഓക്കെ, മരത്തിൻ്റെ, കാരണം അവർക്ക് നടക്കേണ്ടത് ഇളം കാടുകളിലൂടെയൊക്കെ ആയിരിക്കും അല്ല, ചെറു കാടുകളിലൂടെയൊക്കെ ആയിരിക്കും അവർക്ക് നടക്കേണ്ടി വരിക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മീൻസ് കാലിൽ കമ്പും അതേമാതിരി തന്നെ കൂർത്ത കല്ലുകളൊക്കെ കുത്തിക്കയറാതിരിക്കാൻ പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാണ്, മരത്തിൻ്റെ ഷൂകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതിൽ ഇരുമ്പിൻ്റെ ആണി പോലത്തെ ഒരു സംഭവം അടിച്ചിട്ടാണ് അത് ഉറപ്പിച്ച് നിർത്തിയിരുന്നത്. മഗ്നീഷ്യയിലെ ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ പാറകളുടെ മുകളിൽ നടക്കുമ്പോൾ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരികയാണ്. ആരോ അവരെ പിന്നിലേക്ക് പിടിച്ചു വലിക്കണ പോലെ. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നാൽ ആദ്യം
പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഐറ്റം എന്തായിരിക്കും? ബ്ലാക്ക് മാജിക്കൽ സ്റ്റോറീസ് ആയിരിക്കും. ആ നാട്ടിലെ ഏതൊക്കെയോ ആളുകളുടെ എന്തൊക്കെയോ പ്രത്യേക കഴിവുകളുടെ ഫലമായിട്ട് അല്ലെ, അവരുടെ മാന്ത്രിക ശക്തി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്. ഇങ്ങനെ കുറേ കഥകളാണ് ആദ്യം വന്നത്. ഓക്കെ, പിന്നീട് ചൈനക്കാരാണ് പറഞ്ഞത് എന്താണ്, അങ്ങനെയൊന്നും അല്ല, അത് മാന്ത്രിക ശക്തി കൊണ്ടല്ല, പകരം അയൺ കണ്ടന്റ് കൂടുതലായോണ്ടാണ് എന്ത് സംഭവിച്ചത്, അതിന് അയണിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടിയത്. ഓക്കെ, സോ മഗ്നീഷ്യം എന്ന് കിട്ടിയ കല്ല്, അങ്ങനെയാണ് എന്ത് പേര് വിളിച്ചത്, മാഗ്നറ്റ് എന്നുള്ള പേര് വിളിച്ചത്. ചൈനക്കാർ അങ്ങനെ അല്ല ആക്ച്വലി അതിനെ വിളിച്ചത്. ചൈനക്കാർ വിളിച്ചത് ലോർഡ് സ്റ്റോൺ എന്നാണ്, ലീഡിങ് സ്റ്റോൺ എന്നായിരുന്നു അവരതിനെ വിളിച്ചത്. ഓക്കെ, ചൈനയിലെ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ പ്രതിമ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ പ്രതിമയുടെ കൈ എപ്പോഴും ആ കൊട്ടാരത്തിൻ്റെ വാതിലിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാവും. പ്രതിമേനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും. എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താലും അവസാനം അത് ചെന്ന് നിൽക്കുക കൊട്ടാരത്തിൻ്റെ വാതിലിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ കാരണം ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. കാരണം എന്താണ്, ഒരു ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് എപ്പോഴും ചെന്ന് നിൽക്കുക എങ്ങനെയാണ്, നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ്. ഓക്കെ, നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ ഇപ്പം ഇങ്ങനെ വെച്ചാലും അത് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് മാറും, അതിൻ്റെ നോർത്ത് സൗത്ത് ഡിറക്ഷൻ. ഓക്കെ, ഇതൊന്നും അല്ല കേട്ടോ നോർത്ത് സൗത്ത്, ഞാനൊരു ഡയറക്ഷൻ കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ നിൽക്കുമ്പോൾ ആ പ്രതിമയുടെ കൈ കൃത്യം എന്തായാൽ മതി, കൊട്ടാരത്തിൻ്റെ വാതിലിലേക്ക് വിരൽ ചൂണ്ടിയാൽ മതി. സോ അതിൻ്റെ ഉള്ളൊരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ബാർ മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് മുമ്പിലാണ് ഈ പ്രതിമ നിൽക്കണമെന്ന് വിചാരിക്കുക. മാഗ്നറ്റ് കറങ്ങി തിരിഞ്ഞ് നോർത്ത് സൗത്തിലെത്തും. അപ്പോൾ പ്രതിമേൻ്റെ കൈ കൃത്യം കൊട്ടാരത്തിൻ്റെ വാതിലിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെ കുറേ ഐഡിയാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ മാഗ്നറ്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം കോമ്പസ് നീഡിൽ അല്ലെ ആദ്യം ഉപയോഗിച്ച മാഗ്നറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചോദ്യം മുന്നിലേക്ക് ഇട്ടുവരുന്നു. മഗല്ലൻ എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ നാവിഗേറ്റർ അല്ലെ, ഉള്ള സ്പെഷ്യാലിറ്റി നിങ്ങൾക്കറിയാം. ലോകം ചുറ്റി സഞ്ചരിച്ച നാവിഗേറ്ററാണ് മഗല്ലൻ. ലോകം ചുറ്റി സഞ്ചരിച്ച നാവിഗേറ്ററാണ് മഗല്ലൻ. ഇന്നത്തെ GPS ടെക്നോളജി ഇല്ല, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജും ഇല്ലാതെ മഗല്ലൻ പ്രഖ്യാപിച്ചു അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചൂടെ അല്ലേ? അങ്ങനെ ചോദിക്കാലോ വേണമെങ്കിൽ. കാരണം എന്താണ്, ആലോചിച്ച് നോക്കിയേ, നമ്മളെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് നിന്നാണ് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെന്റിനെ മൊത്തം ചുറ്റിയിട്ട് തിരിച്ച് കോഴിക്കോട് കാപ്പാട് തന്നെ എത്തിയാൽ, അല്ലെ കോഴിക്കോട് കടപ്പുറത്ത് തന്നെ എത്തിയാൽ നമുക്ക് പറയാൻ പറ്റുമോ കോയ നമ്മൾ ലോകം മൊത്തം സഞ്ചരിച്ചു എന്ന്? ഇല്ല. പകരം ഏഷ്യ മാത്രമല്ലേ സഞ്ചരിച്ചിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം അവിടെ കിടക്കണില്ലേ? മഗല്ലൻ്റെ കാലത്ത് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നാണെങ്കിൽ നമുക്ക് പൊസിഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാം അല്ലേ, നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ള GPS നോക്കിയിട്ട് എന്ത് ചെയ്യാം, സാറ്റലൈറ്റ് കണക്ഷൻ വഴി നമ്മൾ എവിടെയെന്ന് അറിയാം. അന്ന് ഇങ്ങനത്തെ സംവിധാനം ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ മഗല്ലൻ പ്രഖ്യാപിച്ചേ അയാൾ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചു എന്നുള്ളത്? അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. ഓക്കെ, ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. രസകരമായിരിക്കും. എപ്പോഴും നമ്മൾ സയൻസ് പഠിക്കണത് എന്തിനാവരുത്, എക്സാമിന് വേണ്ടിയിട്ടാവരുത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതെന്തോ അതെല്ലാം മറന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണോ, ഇറ്റ്സ് കോൾഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്, വിദ്യാഭ്യാസം എന്ന് വിളിക്കണേ. ഓക്കെ, അപ്പം അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചില സമയങ്ങളിൽ എല്ലാ സമയങ്ങളിലും സയൻസ് നമ്മൾ പഠിക്കേണ്ടത് എന്തൂസിയാസിനാണ്, നോട്ട് ഫോർ എക്സാം. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സയൻസ് പഠിച്ചാൽ ബോറൻ സാധനമായിട്ട് മാറും. പകരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സയൻസ് പഠിച്ചാൽ ഇറ്റ് വിൽ ബി മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ നിങ്ങൾക്ക് മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നു, മഗല്ലൻ എങ്ങനെ പ്രഖ്യാപിച്ചു? ഓക്കെ, ഒരു കാര്യം ഉറപ്പാണ്, കോമ്പസ്. ബാക്കി നിങ്ങൾ ആലോചിച്ച് കണ്ടെത്താം. ഇനി ചൈനക്കാർ വെൽ പെർഫോം ചെയ്ത പോലെ നമ്മൾ ഇന്ത്യക്കാർക്കും മാഗ്നറ്റിൽ ഒരുപാട് സംഭാവനകളുണ്ട് അല്ലേ. ഒറീസയിലെ കൊണാറക് എന്ന് പറഞ്ഞ ക്ഷേത്രം നമുക്കറിയാം. കൊണാറക് സഞ്ചരിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾക്കത് വേഗം മനസ്സിലാവും. ഇരുമ്പിൻ്റെ ഇതുപോലത്തെ 2 സ്ലൈഡുകൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് കല്ലുകൾ കൊണ്ടുപോയി വെച്ചിരുന്നത്. ഇനി ഇവിടുന്ന് അടുത്ത 2 സ്ലൈഡ് ഇങ്ങനെ ഉണ്ടാവും, അതിലാണ് അടുത്ത കല്ല് കൊണ്ടുപോയി വെച്ചിരുന്നത്. ഓക്കെ, ഇങ്ങനെ കല്ലുകൾക്കിടയിൽ കുറേ സ്ലൈഡുകൾ പോലെ ഇരുമ്പിൻ്റെ ചെറിയ പീസസ് വെച്ച് കൊടുത്തുകൊണ്ട് ഇരുമ്പിൻ്റെ ബീം ഉള്ളിൽ വെച്ച്, ഒറീസക്കാർ പറഞ്ഞ കണക്കാണ്, എനിക്കറിയില്ല, 5 ടണ്ണിൻ്റെ ഒരു മാഗ്നറ്റ് ആയിരുന്നു ആ
അമ്പലത്തിൻ്റെ മുകളിൽ വെച്ച സൂര്യക്ഷേത്രത്തിൻ്റെ മുകളിൽ 5 ടണ്ണുള്ളൊരു മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ 5 ടണ്ണുള്ള മാഗ്നറ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. നമ്മളെ പെരുന്തച്ഛൻ്റെ നോർത്ത് ഇന്ത്യൻ സ്റ്റോറി. ഓക്കെ, ആ മാഗ്നറ്റ് മുകളിൽ ഉറപ്പിക്കാൻ അവിടുത്തെ പെരുന്തച്ഛന് കഴിയാണ്ട് വന്നപ്പോൾ അയാൾ റെസ്റ്റ് എടുക്കാൻ താഴെ ഇറങ്ങി. മകൻ മുകളിലേക്ക് കയറിയിട്ട് ഒരു പ്രത്യേക ആംഗിളിൽ ആ മാഗ്നറ്റ് ഉറപ്പിച്ച സമയത്ത് അത് കൃത്യമായിട്ട് അവിടെ ഉറച്ചു നിന്നു. താഴെ നിന്ന് ജനങ്ങൾ മകന് ജയ് വിളിച്ചു. ഇവിടുത്തെ കഥയുള്ള വ്യത്യാസം, നമ്മളെ കഥയിൽ പെരുന്തച്ഛൻ മകനെ ഉളിയെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ അവിടുത്തെ കഥയിൽ മകൻ ആത്മഹത്യ ചെയ്യാണ്. ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യയാണ് ചെയ്യണത്. ഓക്കെ, ദെൻ ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ക്ഷേത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? ക്ഷേത്രം എന്നുള്ള കോൺസെപ്റ്റ് ഒഴിവാക്കി പോയി. ഒരുപാട് ടെക്നിക്കൽ ഐഡിയാസ് വരുന്ന കൊണാറക്കിൽ നമുക്ക് ഈ മാഗ്നറ്റിക് പവർ കൃത്യമായിട്ട് കാണാം. ലേറ്റർ വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തി. പിന്നുള്ള കഥകളാണ്, ഒരു ഉറപ്പുമില്ല. കഥകളുടെ സെൻസിൽ മാത്രം കേൾക്കുക. ആധികാരികത ഒരു തരത്തിലും എനിക്ക് അവകാശപ്പെടാനില്ല. അവിടുന്ന് കേട്ട കഥകൾ മാത്രം. ഓക്കെ, സോ വാസ്കോ ഡി ഗാമ ആ മാഗ്നറ്റ് എടുത്തുകൊണ്ട് പോവാണ്. പിന്നെ അത് എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. എനിവേ ആ മാഗ്നറ്റ് അവിടുന്ന് നഷ്ടപ്പെട്ടു. പിന്നീട് ആ ക്ഷേത്രം കുറേശ്ശായിട്ട് വീക്കാവാൻ തുടങ്ങി. കാരണം ഈ ഇരുമ്പിൻ്റെ ഓബ്ജക്റ്റിനെ മുഴുവൻ കൂട്ടിപ്പിടിച്ച് നിർത്തിയിരുന്നത് മുകളിൽ വെച്ച മാഗ്നറ്റാണ്. ആ മാഗ്നറ്റ് പോയപ്പോൾ അത് കുറേശ്ശെ ഇല്ലാണ്ടായി. ഇന്ന് അത് മണ്ണും കല്ലും ഉള്ളിലിട്ടിട്ട് ഫില്ല് ചെയ്ത രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇന്ത്യക്കാർക്കും മാഗ്നറ്റ് എന്ന് പറഞ്ഞ സംഭവം അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം. ഓക്കെ, ഇപ്പോൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാമല്ലോ. അതിൻ്റെ കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ സയൻസാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള വിങ്ങിൽ നമ്മൾ പഠിക്കണേ. ഐഡിയ ക്ലിയർ അല്ലേ? സോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രശ്നങ്ങളൊന്നുമില്ല. കോമ്പസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട ഒരു സംഭവമാണ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ടോപ്പിക് മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം ആണ്. മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം അത് പറയാൻ വളരെ സിമ്പിളാണ്. എന്താവാം മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം? ഫസ്റ്റ് പോയിന്റ്, സാറല്ലേ കഥ പറയുകയാണെന്ന് പറഞ്ഞേ? അതെ, കുറേ സമയമായില്ലേ കഥ പറയണു. ഇനി നമുക്ക് കുറച്ച് കാര്യം അല്ലേ, അല്ലെങ്കിൽ വെറും കഥയാൽ നമ്മളെ കാര്യങ്ങൾ നടക്കില്ല. സോ ഇതൊരു കഥ തന്നെയാണ്. ഓക്കെ, മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം എന്തിനെ പറ്റിയിട്ടാണ് പറയുണ്ടാവുക? നോ ഡൗട്ട് അറ്റ് ഓൾ. എന്തിനെ പറ്റിയാണ് പറയുക? മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം പറയണത് മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് പോയിന്റ്, molecules of a magnet are tiny magnets. ഒരു മാഗ്നറ്റിൻ്റെ മോളിക്യൂളുകൾ എന്ന് പറയുന്നത് ടൈനി മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, ചെറിയ മാഗ്നറ്റുകളാണ് മോളിക്യൂൾ ഉള്ളത്. മാഗ്നറ്റിൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് ടൈനി മാഗ്നറ്റ് ആണ്. പ്രശ്നവും ഇരുമ്പ് മാഗ്നറ്റിക് മോളിക്യൂളാണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് മോളിക്യൂൾ ഉണ്ടാവും. സ്റ്റീൽ മാഗ്നറ്റിക് മെറ്റീരിയലാണ്, അതിൻ്റെ ഉള്ളിലും മാഗ്നറ്റിക് മോളിക്യൂളാണ്. അൽനിക്കോ മാഗ്നറ്റ് ആണ്, അതിൻ്റെ ഉള്ളിലും മാഗ്നറ്റിക് മോളിക്യൂളാണ്. സോ ഇവരൊക്കെ എല്ലാ സമയത്തും മാഗ്നറ്റ് ആണോ? അല്ല. അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അതിൻ്റെ ലോജിക് സിമ്പിളാണ്. ഇൻ ദി അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ്, in the unmagnetized state, they form closed or ring structure. In the unmagnetized state, they form closed or ring structure. In the unmagnetized state, they form closed or ring structure. ഐഡിയ ക്ലിയർ അല്ലേ? സോ ഒരു മാഗ്നറ്റിൻ്റെ ഈ ഭാഗം നോർത്തും ഈ ഭാഗം സൗത്തും ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നോർത്തും സൗത്തും ക്യാൻസൽ ആവും, നോർത്തും സൗത്തും ക്യാൻസൽ ആവും, നോർത്തും സൗത്തും ക്യാൻസൽ ആവും. Okay, so in the unmagnetized state, they form closed or ring structure. In the magnetized state, they form a regular pattern. In the magnetized state, they form a regular pattern. In the magnetized state, they form a regular pattern. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. ഇൻ ദ മാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ് ദേ ഫോം എ റെഗുലർ പാറ്റേൺ. ദെൻ ഫോർത്ത് വൺ,
if we break a magnet, each piece will act as a complete magnet. If we break a magnet, each piece will act as a complete magnet. ഇങ്ങനെയുള്ളൊരു മാഗ്നറ്റിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാൽ ഈ ഭാഗം സൗത്തായിട്ട് മാറും, ഈ ഭാഗം നോർത്തായിട്ട് മാറും. അതിൻ്റെ കാരണം സിമ്പിൾ, മാഗ്നറ്റിക് മോളിക്യൂൾസ് കനോട്ട് ബി സബ് ഡിവൈഡഡ്. ഓക്കെ, സോ മോളിക്യൂൾസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യണില്ല, മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു കേസ് കിട്ടും. അത് നമുക്ക് വേഗം പറയാം. ഇങ്ങനെയാണ് മാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർ റെഗുലർ പാറ്റേണിലാണ് വരിക. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സത്യം മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കട്ടായി പോവും, ഇതൊക്കെ കട്ടായി പോവും, ഇത് കട്ടായി പോവും, ഇത് കട്ടായി പോവും. ഈ സൈഡിൽ എന്തുണ്ടാവും? സൗത്ത് പോൾ ഉണ്ടാവും, ഈ സൈഡിൽ നോർത്ത് പോൾ ഉണ്ടാവും. ഇനി ഒരു മാഗ്നറ്റ് മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? നോർത്ത് പോൾ ഉണ്ടാവും. പറഞ്ഞ കണ്ടീഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ if we break a magnet, each piece will act as a complete magnet. ഓക്കെ, ഇതിൻ്റെ മോളിക്കുലർ ഐഡിയാസ് ഒക്കെ പറയണമെങ്കിൽ ഡൊമൈൻ സ്ട്രക്ചറൊക്കെ വെച്ചിട്ടാട്ടോ പറയുക. അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഓക്കെ, ഇനി അടുത്ത കേസ് പറയണത് എങ്ങനെയാണ്? if we roughly handle or heat a magnet, if we roughly handle or heat a magnet, its magnetic property will reduce. നമ്മളൊരു മാഗ്നറ്റിനെ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുക, അതല്ലെങ്കിൽ മാഗ്നറ്റിനെ ഹീറ്റ് ചെയ്യുക, ഇങ്ങനൊരു കേസ് വന്നാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി റെഡ്യൂസ്ഡ് ആവും. If you roughly handle or heat a magnet, its magnetic property will reduce. കാരണം സിമ്പിൾ, ഇതാണ് നോർമൽ. ഇതിനെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു റെഗുലർ പാറ്റേണിലേക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എപ്പോഴും എന്ത് ടെൻഡൻസി ഉണ്ടാവുക? ഡിസോർഡറിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, അല്ലേ? നമുക്കറിയാലോ, നമ്മളെ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്ത സമയം നമ്മൾ എന്ത് ചെയ്യും? ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും. എ ടോട്ടൽ ഡിസോർഡർ വിൽ പ്രൊഡ്യൂസ് ലൈക്ക് അവർ എൻട്രോപ്പി. ഓക്കെ, ദെൻ ടീച്ചർ വന്നാൽ ഉടൻ എന്ത് ചെയ്യും? ആ ക്ലാസ് ഒരു ഓർഡറിലെത്തും. കാരണം എന്താണ്? ആ ടീച്ചറുടെ പ്രസൻസിൽ, ടീച്ചറുടെ ഫോഴ്സിൽ എന്ത് ചെയ്യാണ്? നമ്മൾ അങ്ങനെ ഒരു ഓർഡറിലിരിക്കുകയാണ്. എപ്പോൾ ആ ഫോഴ്സ് റിമൂവ്ഡ് ആവണോ ആ സമയത്ത് നമ്മൾ എന്തിനാ ശ്രമിക്കുക? ടു മൂവ് ബാക്ക് ടു അവർ ഡിസോർഡേഡ് പൊസിഷൻ, അല്ലെ? നമ്മളുടെ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാനാണ് നമ്മൾ ശ്രമിക്കുക. ഇതേപോലെ ഇഫ് യു റഫ്ലി ഹാൻഡിൽ ഓർ ഹീറ്റ് എ മാഗ്നറ്റ്, ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ റെഡ്യൂസ്, ദ മോളിക്യൂൾസ് വിൽ മൂവ് ബാക്ക് ടു ദർ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇത്രയാണ് മോളിക്കുലർ തിയറി പറഞ്ഞത്. അന്ന് നമുക്കൊരു ഐഡിയ എക്സ്ട്രാ കിട്ടി. എന്താണ്? ഇഫ് യു ബ്രേക്ക് എ മാഗ്നറ്റ്, ഈച്ച് പീസ് വിൽ ആക്ട് ആസ് എ കംപ്ലീറ്റ് മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനെ ബ്രേക്ക് ചെയ്താൽ ഓരോ മാഗ്നറ്റിക് പീസസും അല്ലെങ്കിൽ ഓരോ പീസസും എന്തായിട്ട് ആക്ട് ചെയ്യും? കംപ്ലീറ്റ് മാഗ്നറ്റുകളായിട്ട് ആക്ട് ചെയ്യും. പറഞ്ഞ് ഐഡിയ കിട്ടിയില്ലേ? ഇനി എർത്തിൻ്റെ മുകളിൽ നമ്മളൊരു കോമ്പസ് നീഡിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും, എർത്തിൻ്റെ മുകളിൽ ഒരു കോമ്പസ് നീഡിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ചാലും ആ കോമ്പസ് നീഡിൽ നോർത്ത് സൗത്ത് ഡിറക്ഷനിലേക്കാണ് നിൽക്കുക. ആ കോമ്പസ് നീഡിൽ നോർത്ത് സൗത്ത് ഡിറക്ഷനിലേക്കാണ് നിൽക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ കാരണം നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ? എർത്ത് ക്യാൻ ബി ടേക്കൺ ആസ് എ ഹ്യൂജ് ബാർ മാഗ്നറ്റ്. എർത്ത് ക്യാൻ ബി ടേക്കൺ ആസ് എ ഹ്യൂജ് ബാർ മാഗ്നറ്റ്. നമുക്ക് ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്നൊരു സംഭവം പിന്നീട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പം തൽക്കാലം ഇൻട്രോ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. സോ നമ്മളൊരു മാഗ്നറ്റ് കെട്ടി തൂക്കിയാൽ ആ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡിറക്ഷനിലേക്കാണ് നിൽക്കുക. അങ്ങനെ നിൽക്കണമെങ്കിൽ ഈ ഭാഗത്തെ പോൾ എന്ത് പോളായിരിക്കണം? സൗത്ത് പോളായിരിക്കണം. ഈ ഭാഗത്തെ പോൾ എന്ത് പോളായിരിക്കണം? നോർത്ത് പോളായിരിക്കണം. അങ്ങനെ ആവുമ്പോഴല്ലേ ഈ നോർത്ത് ഇങ്ങോട്ട് വരിക, സൗത്ത് ഇങ്ങോട്ട് പോവുക. അതെപ്പോഴേ സാർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലല്ലോ? അതിനിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. സംശയമില്ലല്ലോ? ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യും. ഉറപ്പല്ലേ? ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. ഓക്കെ, സോ പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എർത്ത് ക്യാൻ ബി കൺസിഡർ ആസ് എ ഹ്യൂജ് ബാർ മാഗ്നറ്റ്.
ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒരു മാഗ്നറ്റ് അതിൻ്റെ മുകളിൽ ഫ്രീലി സസ്പെൻഡഡ് ആണെങ്കിൽ ഇറ്റ് വിൽ അലൈൻ ഇൻ ദി നോർത്ത് സൗത്ത് ഡിറക്ഷൻ. ഇറ്റ് വിൽ അലൈൻ ഇൻ ദി നോർത്ത് സൗത്ത് ഡിറക്ഷൻ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി അപ്പോൾ ഈ ഐഡിയ നമുക്കറിയാം. ഓക്കെ, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയും. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, സോ അപ്പോൾ ഇനി പറയാൻ പോണത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഇനി പറയാൻ പോണത് ഒരു ട്രാൻസ്ലേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ എങ്ങനെ മാഗ്നറ്റിസത്തിലേക്ക് മാറ്റാം, ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ എങ്ങനെ മാഗ്നറ്റിസത്തിലേക്ക് മാറ്റാം. ഈ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് ആദ്യം തന്നെ പറയണേ. ഓക്കെ, ആ ടേബിൾ ഇങ്ങനെയാണ്. എവിടൊക്കെ ചാർജ് വരുന്നുണ്ടോ ആ സ്ഥാനത്ത് പോൾ സ്ട്രെങ്ത് ആണ് മാഗ്നറ്റിസിൽ വരിക. എവിടൊക്കെ ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ അവിടൊക്കെ എന്ത് വരണം, പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി വരണം. എവിടെ 1/4πε വരണോ അതിന് പകരം ഇവിടെ വരിക μ/4π ആണ്. വേറൊരു രീതിയിൽ പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/ε, മാഗ്നറ്റിസിൽ μ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/4πε വരുന്ന സ്ഥലത്ത് മാഗ്നറ്റിസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, μ/4π യൂസ് ചെയ്യാം. എവിടൊക്കെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ടോ അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എഴുതാം. എവിടൊക്കെ ഇ എന്നുണ്ടോ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം, ബി എന്നാക്കി മാറ്റാം. ഓക്കെ, എവിടൊക്കെ ഡൈപോൾ മൊമെന്റ് വരുന്നുണ്ടോ അവിടെ നമുക്കതിനെ മാഗ്നറ്റിക് മൊമെന്റ് എന്നാക്കി മാറ്റാം. എവിടൊക്കെ ഡൈപോൾ മൊമെന്റ് വരുന്നുണ്ടോ അവിടെ നമുക്കതിനെ എന്താക്കി മാറ്റാം, മാഗ്നറ്റിക് മൊമെന്റ് ആക്കി മാറ്റാം. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ടു മാഗ്നറ്റിസം ട്രാൻസ്ലേറ്റർ. എവിടൊക്കെ ചാർജ് വരുന്നുണ്ടോ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം, പോൾ സ്ട്രെങ്ത് എന്നാക്കി മാറ്റാം. എവിടെ 1/4πε വരുന്നുണ്ടോ അതിനെ μ/4π എന്നാക്കി മാറ്റാം. എവിടെ 1/ε വരുന്നോ അതിനെ നമുക്ക് μ എന്ന് എഴുതാം. എവിടെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നോ അതിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എഴുതാം. എവിടെ ഡൈപോൾ മൊമെന്റ് വരുന്നോ അതിനെ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംസ് ലോ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. E = 1/4πε, വെരി സോറി, F = 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതിനെ നമ്മൾ മാഗ്നറ്റിസിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും ഫോഴ്സിൻ്റെ ഇക്വേഷൻ? സിമ്പിൾ അല്ലേ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. F = μ/4π P1 P2 ഡിവൈഡഡ് ബൈ R². F = 1/4πε Q1 Q2 by R². F = μ/4π P1 P2 ഡിവൈഡഡ് ബൈ R². ഓക്കെ, ദെൻ നേരത്തെ ഞാൻ പറഞ്ഞു 1/4πε പകരം μ/4π. എപ്സിലോണിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. മ്യൂ എന്നുള്ളതിൻ്റെ പേര് പെർമിഎബിലിറ്റി ഓഫ് ദ മീഡിയം. മ്യൂ ഈസ് പെർമിഎബിലിറ്റി ഓഫ് ദ മീഡിയം. ഓക്കെ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ആണ്. Okay, it's the ability to pass magnetic field lines. This is the ability to block electric field lines. Okay, so ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച അടുത്ത ഇക്വേഷൻ ആണ് എപ്സിലോൺ ഈക്വൽ ടു ε0 εr. Very similar to this, we can easily write mu equal to μ0 μr. ഇപ്പം ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ ടേബിൾ ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണത്. ദിസ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ദിസ് ഈസ് പെർമിഎബിലിറ്റി ഓഫ് ദ മീഡിയം. ഇതിന് രണ്ടാമത്തെ ഒരു പേരുണ്ട് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇതെന്തായിരിക്കും? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. ദിസ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ.
This is permeability of free space or air. This is relative permittivity. This is relative permeability. Got it? And electric field. It is 1 by 4 pi epsilon Q by R square. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല സർ, ഞങ്ങൾ എഴുതിക്കോളും. യാ, വെൽ ഡൺ. ബി ഈക്വൽ ടു മ്യൂ ബൈ 4 പൈ പി ബൈ ആർ സ്ക്വയർ. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. So what should be the relation between force and field? In the case of magnetism, F is equal to PB. Direction of electric field is from plus Q to minus Q. Electric field direction plus Q to minus Q. Direction of magnetic field is from north to south. Direction of magnetic field is from north to south. Okay, F is equal to QE, F is equal to PB. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ് വളരെ ഈസി ആയിട്ട് ഈ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. Two equal and opposite charges separated by a small distance is called electric dipole. Two equal and opposite poles separated by a small distance is called magnetic dipole. Two equal and opposite charges separated by a small distance is called electric dipole. Two equal and opposite poles separated by a small distance is called magnetic dipole. Okay, electric dipole moment P equal to Q into 2A. ഞാൻ പറഞ്ഞു തരില്ല എന്തായിരിക്കാം മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ. സിമ്പിൾ, എവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ അവിടെ മാഗ്നറ്റിക് മൊമെന്റ്. സോ എം ഈക്വൽ ടു എവിടെ ചാർജ് ഉണ്ടോ അതിന് പകരം പി, പി ഇൻറ്റു 2A. സോ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. മാഗ്നറ്റിക് മൊമെന്റ് ഡിറക്ഷൻ സൗത്ത് ടു നോർത്ത്. ഇതെന്തിനാ ഒരു പ്രാവശ്യം കൂടിയും പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? നമുക്കൊരു റിവിഷനും കൂടി ആയില്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുറേ ഇക്വേഷൻസ് നമുക്ക് റിവിഷനും കൂടെ ഇവിടെ കിട്ടി. ഇതറിയണ കുട്ടിക്ക് എക്സാക്ട് ജമ്പിങ് ആണ്, വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ ടേബിളും കൂടി നമുക്കറിയുമെങ്കിൽ യു ക്യാൻ ഈസിലി റൈറ്റ് ദീസ് ഇക്വേഷൻസ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി ഇയാൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ള ആളാണ്. ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ NS, ഇതിൻ്റെ പോൾ സ്ട്രെങ്ത് P1, ഇതിൻ്റെ പോൾ സ്ട്രെങ്ത് P2, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2A. ഓക്കെ, ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽ ടു P ഇൻറ്റു 2A. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽ ടു P ഇൻറ്റു 2A. ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താ? IA അല്ലേ? മാഗ്നറ്റിക് മൊമെന്റ് ഈസ് IA. സോ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, I ഇൻറ്റു A, ദാറ്റ് ഈസ് ആംപിയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ പോൾ സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. പോൾ സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താവും വരിക? പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് ബൈ ഡിസ്റ്റൻസ് മീൻസ് ആംപിയർ മീറ്റർ. പോൾ സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് വരിക ആംപിയർ മീറ്റർ ആണ്. ഓക്കെ, പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായോ? സംശയമില്ലല്ലോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല നിർബന്ധമൊന്നുമില്ലല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബാർ മാഗ്നറ്റ് ഹാവിംഗ് ലെങ്ത് 2A with pole strength P and magnetic moment M. A bar magnet having length 2A with pole strength P and magnetic moment M.
if it is divided vertically into two equal parts. If it is divided vertically into two equal parts, what is the new pole strength and what is the new magnetic moment? What is the new pole strength and what is the new magnetic moment? Clear ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ ക്വസ്റ്റ്യൻ. ഈ മാഗ്നറ്റിനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താൽ വാട്ട് ഷുഡ് ബി ന്യൂ പോൾ സ്ട്രെങ്ത്, വാട്ട് ഷുഡ് ബി ന്യൂ മാഗ്നറ്റിക് മൊമെന്റ്? ഓക്കെ, ന്യൂ പോൾ സ്ട്രെങ്ത് എത്രയായിരിക്കും, ന്യൂ മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും എന്നാണ്. സോ ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാം. ഒരു മാഗ്നറ്റിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ പോളിൻ്റെ സ്ട്രെങ്ത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാനില്ല, കാരണം പോൾ അപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ. സോ പോൾ സ്ട്രെങ്ത് റിമൈൻസ് സെയിം. മാഗ്നറ്റിക് മൊമെന്റിന് എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഈ മാഗ്നറ്റ് ഇവിടുന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്താൽ ലെങ്ത് വിൽ റിഡ്യൂസ്. ഉറപ്പല്ലേ? ഇത് എ ആയിട്ട് മാറും, ഇത് എ ആയിട്ട് മാറും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് ഹാഫ് ആവും, അപ്പം മാഗ്നറ്റിക് മൊമെന്റ് എന്തായിട്ട് മാറും? ഹാഫ് ആവും. ഐഡിയ ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഹാഫ് ആവുകൊണ്ട് മാഗ്നറ്റിക് മൊമെന്റ് ഹാഫ് ആയിട്ട് മാറും. ഐഡിയ ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം എന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിയില്ലേ? യാ, ദാറ്റ്സ് ഇറ്റ്. ഒരു ബാർ മാഗ്നറ്റ്, ആ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് ചെയ്യാം പോൾ സ്ട്രെങ്ത് പി. If the magnet is divided horizontally into two equal parts, ഈ മാഗ്നറ്റിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യാണ്, രണ്ട് ഈക്വൽ പാർട്ടുകളായിട്ട്. അങ്ങനെ കട്ട് ചെയ്താൽ വാട്ട് ഷുഡ് ബി ന്യൂ പോൾ സ്ട്രെങ്ത് ആൻഡ് വാട്ട് ഷുഡ് ബി ന്യൂ മാഗ്നറ്റിക് മൊമെന്റ്? ഒരു കാര്യം ഉറപ്പല്ലേ, ഇത് ഫുൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും വലുപ്പത്തിലാണ് ഈ പോൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പകുതി മുറിച്ചപ്പോൾ അതിൻ്റെ പോൾ സ്ട്രെങ്ത് എന്തായിട്ട് മാറും? ഹാഫായിട്ട് മാറും. പോൾ സ്ട്രെങ്ത് ഹാഫ് ആവും, ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്, പണ്ടത്തെ അതേ ഡിസ്റ്റൻസ് ആണ്. ഒരു കാര്യമില്ല, മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2a എന്നാണ്. സോ പോൾ സ്ട്രെങ്ത് പകുതി ആയാൽ മാഗ്നറ്റിക് മൊമെന്റ് ബിക്കം ഹാഫ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഒരു മാഗ്നറ്റിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോൾ സ്ട്രെങ്ത് റിമൈൻസ് സെയിം ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് വിൽ റെഡ്യൂസ് ബൈ ഹാഫ്. Okay, then if the magnet is divided horizontally into two equal parts, both pole strength and magnetic moment will reduce to half. Okay, രണ്ടും എന്തായിട്ട് മാറും? ഹാഫ് ആയിട്ട് മാറും. Got it? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള വീഡിയോൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. സോ അടുത്ത പബ്ലിക് എക്സാമിലേക്ക് നമ്മൾ ശക്തമായി അല്ലെങ്കിൽ ചങ്കുറപ്പോടുകൂടി ചുവട് വെക്കുകയാണ്. ഓരോ അടിയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ എക്സാമിന് വേണ്ടി ഓരോ ഏരിയകളായിട്ട് പഠിച്ചു തുടങ്ങുക. അടുത്ത വീഡിയോ വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.